തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ മോദിയെ കണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള ജോസഫ് വിജയ് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് നീറ്റ് ഒന്നും വേണ്ട, ഇത് ഞങ്ങളുടേതായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊള്ളാം, നീറ്റിൽ നിന്ന് തമിഴ്നാടിനെ ഒഴിവാക്കണമെന്ന്. ഈ ഒരു ആവശ്യത്തിന് സാർ ഓഫ് റെക്കോർഡ് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എങ്ങനെയായിരിക്കാം ഇതിനെ, ഈ ഒരു നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ മാനസിക സംഘർഷത്തിലേക്ക് വിദ്യാർത്ഥികളെ തള്ളിവിടുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതിൽ നിന്ന് എങ്ങനെ ഒരു പുറത്തു ചാടാം? വിജയുടെ ഈ ഒരു ആവശ്യത്തിന് എത്രത്തോളം ന്യായമുണ്ട്? വിജയുടെ ആവശ്യത്തിന് ന്യായമുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിപ്പോ ഉണ്ടായ കാര്യമല്ല. ഇതിനു മുമ്പ് തന്നെ എൻട്രൻസ് പരീക്ഷ വ്യാപകമായി വന്ന കാലത്ത് ജയലളിത മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് തോന്നുന്നു, എൻട്രൻസ് പരീക്ഷ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളുടെ +2 മാർക്ക് വെച്ച് ചെയ്തു കൊള്ളാം എന്ന് തമിഴ്നാട് ഒരു നിലപാടെടുക്കുന്നുണ്ട്. ആ നിലപാടിൽ കുറെ ശരിയുണ്ട്. കാരണം നമുക്കറിയാം ഈ എൻട്രൻസ് പരീക്ഷ വരുന്നത് ഒരു 40 കൊല്ലം മുമ്പ് മാർക്ക് ലിസ്റ്റ് തിരുത്തലുമായി ബന്ധപ്പെട്ട, എനിക്ക് നല്ല ഓർമ്മയുള്ള ഒരു കാര്യം, മാർക്ക് ലിസ്റ്റ് പ്രീ ഡിഗ്രി മാർക്ക് ലിസ്റ്റ് തിരുത്തി, അതുകൊണ്ട് അതിൽ വിശ്വാസ്യതയില്ല എന്ന് പറഞ്ഞാണ് എൻട്രൻസ് വരുന്നത്. ഇപ്പൊ എൻട്രൻസിൽ എത്ര വിശ്വാസ്യതയുണ്ട് എന്ന ചോദ്യം ഇപ്പോൾ വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്നു. ദേശീയ എൻട്രൻസിൽ അന്ന് സംസ്ഥാന എൻട്രൻസ് നടത്തും, അങ്ങനെ എടുക്കും. ഞാൻ ഈ എൻട്രൻസിന് എന്നും എതിരാ. വേറെ ഒന്നും ഉണ്ടല്ല, അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ +2 ഒരു സ്റ്റേറ്റിന് മാത്രം എടുക്കുക, കേരളത്തിലെ മാത്രം. നിങ്ങൾ ഇവിടെ +2 പരീക്ഷ നടത്തും, CBSE നടത്തുന്നു, ഇവര് നടത്തും. ഈ +2 പരീക്ഷ എന്തിനാ നടത്തണേ? കുട്ടിക്ക് +2 കഴിഞ്ഞുള്ള എൻട്രൻസിന് യോഗ്യതയുണ്ടോ എന്ന് അറിയാനാ, അല്ലെ? അപ്പൊ അതിന്റെ മാർക്ക് വെച്ചാൽ പോരെ ഇതിന്, ഈ എൻട്രൻസ് എന്തിനാ പരീക്ഷ നടത്തണേ? ഒടുവിൽ കുറെ കഴിഞ്ഞപ്പോഴാണ് എൻട്രൻസ് മാർക്കും ഈ മാർക്കും കൂടി കൂട്ടുക എന്നൊക്കെയുള്ള ഫോർമുലയും പ്രശ്നമൊക്കെ വന്നത്. ഇത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. ഒരു സ്റ്റേറ്റിന് നന്നായി അവിടുത്തെ +2 പരീക്ഷ നടത്താമെന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാം. ഇനി ആകെ തർക്കിക്കാവുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ, IIT പോലെ, IISM പോലെ, അല്ലെങ്കിൽ ISER പോലെ ഒക്കെ ഉണ്ട്, സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാർ നടത്തിക്കോട്ടെ, നീറ്റ് നടത്തിക്കോട്ടെ, അവരവിടെ എടുത്തോട്ടെ. പക്ഷേ ഒരു സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കുട്ടികൾക്ക് എങ്ങനെ അവിടെ അഡ്മിഷൻ കൊടുക്കണമെന്ന് പറയാനുള്ള അവകാശം ആ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. കാരണം വിദ്യാഭ്യാസം കൺകറന്റിലായാൽ പോലും അതിന്റെ അടിസ്ഥാന ചുമതല സ്റ്റേറ്റിനാണ്. ഇടയ്ക്കാണ് കൺകറന്റിലായത് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണ്.